ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ദൈവസന്നിധിയിൽ ഉറങ്ങാൻ പോകുമ്പോൾ ഇന്നത്തെ ദിവസം പകൽക്കാലം മുഴുവനും കർത്താവ് നമ്മെ പരിപാലിച്ചതിനെ ഓർത്ത് നമുക്ക് നന്ദി അർപ്പിക്കാം. ഇന്ന് ഓരോ നിമിഷവും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതിനാൽ നന്ദി പറയാം. ഇന്നത്തെ ദിവസം നാം പഠിച്ച പാഠങ്ങളെ, നമുക്കുണ്ടായ അവസരങ്ങളെ, നമ്മുടെ ജീവനെ പ്രതി കർത്താവിന് നന്ദി പറയാം. ഇന്ന് നമുക്കുണ്ടായ പരാജയങ്ങൾ, കഷ്ടതകൾ ഓരോന്നും ഓരോ പുതിയ അവസരമായി കാണാൻ ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കൃപ തോന്നണമേ. എനിക്ക് നഷ്ടമായ കാര്യങ്ങളെല്ലാം എനിക്ക് ആയി അവിടുന്ന് കരുതുന്ന പുതിയ അവസരങ്ങളായി കണക്കാക്കി ഈ രാത്രിയിൽ ദൈവസന്നിധിയിൽ സമാധാനത്തോടെ ഉറങ്ങുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നാളത്തെ നമ്മുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നാളത്തെ പരിശുദ്ധ കുർബാന, ആ കുർബാനയിൽ നാം സമർപ്പിക്കാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാം ഈ രാത്രിയിൽ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് ഈ രാത്രിയിൽ സുഖനിദ്ര നൽകി നമ്മെ അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സുഭാഷിതങ്ങളുടെ പുസ്തകം 15-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. സൗമ്യമായ മറുപടി ക്രോധം ശമിപ്പിക്കുന്നു, പരുഷമായ വാക്ക് കോപം ഇളക്കിവിടുന്നു. വിവേകിയുടെ നാവ് അറിവ് വിതറുന്നു, വിഡ്ഢിയുടെ അധരങ്ങൾ ഭോഷത്വം വർഷിക്കുന്നു. കർത്താവിൻ്റെ ദൃഷ്ടികൾ എല്ലായിടത്തും പതിയുന്നു, ദുഷ്ടരെയും ശിഷ്ടരെയും അവിടുന്ന് ഉറ്റുനോക്കുന്നു. സൗമ്യന്റെ വാക്ക് ജീവന്റെ വൃക്ഷമാണ്, വികടമായ വാക്ക് മനസ്സ് പിളർക്കുന്നു. ഭോഷൻ തൻ്റെ പിതാവിൻ്റെ ഉപദേശം പുച്ഛിച്ച് തള്ളുന്നു, വിവേകി ശാസനം ആദരിക്കുന്നു. നീതിമാന്മാരുടെ ഭവനത്തിൽ ധാരാളം നിക്ഷേപങ്ങളുണ്ട്, ദുഷ്ടരുടെ ആദായം കുഴപ്പം സൃഷ്ടിക്കുന്നു. വിവേകികളുടെ അധരങ്ങൾ അറിവ് പരത്തുന്നു, ഭോഷന്മാരുടെ മനസ്സ് അങ്ങനെയല്ല. ദുഷ്ടരുടെ ബലി കർത്താവിന് വെറുപ്പാണ്, സത്യസന്ധരുടെ പ്രാർത്ഥന അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമായ കർത്താവ്, ഇന്ന് പകൽക്കാലം മുഴുവനും ഓരോ നിമിഷവും ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിക്കുകയും പരിപാലിക്കുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്തതിനായി കർത്താവെ, അങ്ങേക്ക് കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, ഇന്ന് പ്രഭാതം മുതൽ ഇപ്പോൾ വരെ ഞങ്ങൾക്ക് വേണ്ടി നീ കരുതിയ ഓരോ അനുഗ്രഹങ്ങളെയും ഈ രാത്രിയിൽ പൂർണ്ണമായി പ്രാപിക്കുന്നതിന് ദൈവമേ ഞങ്ങളോട് കരുണ തോന്നണമേ. അങ്ങയുടെ സന്നിധിയിൽ ഇന്ന് ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തുപോയ പിഴകളെ ക്ഷമിക്കണമേ. ഞങ്ങളുടെ ബലഹീനതകളെ അവിടുന്ന് കാണണമേ. കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് അങ്ങയുടെ സമാധാനത്താൽ ഈ രാത്രിയിൽ ഉറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ, ഞങ്ങളുടെ മനസ്സിൽ, ഞങ്ങളുടെ ഭവനത്തിൽ, കുടുംബത്തിൽ നിറയെ അങ്ങയുടെ സമാധാനം നിറയ്ക്കണമേ. കർത്താവായ ദൈവമേ, ഇന്നത്തെ ദിവസം ഞങ്ങൾക്കുണ്ടായ പരാജയങ്ങളെ, ഞങ്ങൾക്കുണ്ടായ കഷ്ടപ്പാടുകളെ എല്ലാം പുതിയ അവസരങ്ങളായി കണ്ട് ദൈവത്തോട് കൂടുതൽ ആഴത്തിൽ ബന്ധപ്പെടുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവേ, അങ്ങ് നൽകുന്ന ഓരോ ദിവസവും ഓരോ രാത്രിയും എത്രയോ അനുഗ്രഹപ്രദമാണ്. ഇന്ന് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിച്ച നാഥ, ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിഞ്ഞു, എന്നാൽ ഇനിയും പല കാര്യങ്ങൾ ചെയ്തു തീർക്കാനായി ഉണ്ട്. ഇവയെല്ലാം കർത്താവെ ചെയ്തു തീർക്കാനുള്ള സമയവും കൃപയും നൽകണമേ. ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളിലും നീ കരുണ തോന്നി, ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്ന്
ഞങ്ങളുടെ മുതിർന്നവരുടെ ഉപദേശത്തെ മാനിക്കാതിരുന്നതിനു വേണ്ടി ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളുടെ ആഗ്രഹം നിറവേറ്റിക്കൊടുക്കാൻ കഴിയാത്തതിനാൽ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. അങ്ങയുടെ നാമം മഹത്വപ്പെടുത്താൻ ഇന്ന് ഞങ്ങൾക്ക് സാധിക്കാതിരുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ മാർഗത്തിൽ ഞങ്ങൾ ചരിക്കുന്നതിന് ഞങ്ങൾ വീഴ്ച വരുത്തിയപ്പോഴെല്ലാം അങ്ങ് ഞങ്ങളെ കരുണയോടെ സ്നേഹത്തോടെ അങ്ങയുടെ പദ്ധതിയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. എന്നാൽ ഈ ഉപദേശം തള്ളിക്കളഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് നയിക്കപ്പെട്ടു. കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. എപ്പോഴൊക്കെ അങ്ങയുടെ ഉപദേശം ഞങ്ങൾ ആദരിക്കാതിരുന്നോ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഉപദേശം ഞങ്ങൾ തള്ളിക്കളഞ്ഞുവോ, അപ്പോഴൊക്കെ ഞങ്ങൾക്ക് പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആദ്യം വിജയമെന്ന് തോന്നിയാലും അവസാനം എല്ലാം പരാജയത്തിലേക്ക് എത്തിച്ചേർന്നു. ഈ രാത്രിയിൽ അത്തരം എല്ലാ അവസ്ഥയെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കരുണാമയനായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും കൂടുതലായി എളിമപ്പെടുത്തണമേ. ഞങ്ങളുടെ ഹൃദയം വിനയവും സൗമ്യതയും കൊണ്ട് നിറയ്ക്കണമേ. ദൈവമേ, സൗമ്യമായ ഒരു ഹൃദയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശാന്തമായ ഹൃദയം നൽകി, മനസ്സ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങൾ ദൈവസന്നിധിയിൽ കിടന്നുറങ്ങുമ്പോൾ കർത്താവേ, ഇന്നുവരെ അങ്ങ് ചെയ്ത അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഈ രാത്രിയിൽ നിന്റെ ശക്തരായ ദൂതന്മാർ ഞങ്ങൾക്ക് ചുറ്റും കാവലുണ്ട് എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ദൈവമേ, ഞങ്ങളുടെ ഭവനത്തിനോ വസ്തുവകകൾക്കോ കുടുംബത്തിനോ കുടുംബാംഗങ്ങൾക്കോ ഒരാപത്തും വരാതെ നീ ഞങ്ങളെ സംരക്ഷിക്കുവാൻ ഞങ്ങൾക്ക് ചുറ്റും നിന്റെ ശക്തരായ സ്വർഗീയ ഗണങ്ങളെ നിർത്തിയിരിക്കുന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും ഈ രാത്രിയിൽ ഞങ്ങൾ ഓർക്കുന്നു. ഇന്ന് വരെ ഞങ്ങളെ സഹായിച്ച ഓരോ വ്യക്തിയെയും ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഏതൊക്കെ തരത്തിൽ സഹായങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ അവരെയെല്ലാം നീ അനുഗ്രഹിക്കണമേ. 7 ഇരട്ടിയായി നീ അവരെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇന്ന് വരെ ഞങ്ങളെ വേദനിപ്പിച്ച ഓരോ വ്യക്തിയോടും ഈ രാത്രിയിൽ പൂർണ്ണമായി ഹൃദയത്തിൽ നിന്നും ക്ഷമിക്കുന്നതിന് കൃപ തരണമേ. അറിഞ്ഞും അറിയാതെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരോട്, ഞങ്ങളെ വേദനിപ്പിച്ചവരോട് ഈ രാത്രിയിൽ ഞങ്ങൾ മാപ്പ് നൽകി അനുഗ്രഹിക്കുന്നു. ഞങ്ങൾ അവരോട് ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായി ക്ഷമിക്കുന്നു. കരുണാമയനായ ദൈവമേ, ഞങ്ങളും അങ്ങയുടെ സന്നിധിയിൽ ചെയ്തു പോയ തെറ്റുകളെ, പാപങ്ങളെ ഈ രാത്രിയിൽ കരുണ തോന്നി ഞങ്ങളോട് ക്ഷമിക്കണമേ. ദൈവമേ, ഇന്നത്തെ പകൽ അവസാനിക്കുന്ന ഈ സമയം നിന്റെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ലോകം മുഴുവനും നിശബ്ദതയിലാളുമ്പോൾ കർത്താവേ, നിന്റെ പരിശുദ്ധ സന്നിധിയിൽ ഞങ്ങളായിരിക്കുവാൻ കൃപ നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, ഓരോ വ്യക്തിയും ഈ രാത്രിയിൽ നിന്നോട് അഭയം തേടുമ്പോൾ അവരെല്ലാം നീ അനുഗ്രഹിക്കണമേ. ആരൊക്കെ ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നോ, ഈ പ്രാർത്ഥന ഷെയർ ചെയ്യുന്നോ അവരെല്ലാം നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിക്കും നിന്റെ കൃപ എത്തിച്ചു കൊടുക്കണമേ. ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും നാനാവിധികളിലും ദൈവമേ, നിന്റെ കരുണയുടെ കരം നീട്ടി പ്രാർത്ഥന സഹായം ആവശ്യമായ ഓരോരുത്തർക്കും ഇപ്പോൾ തന്നെ നീ അനുഗ്രഹം ചൊരിയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഹൃദയത്തിൻ്റെ ആവശ്യങ്ങളെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കമൻറ്റ് സെക്ഷനിലൂടെ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ എഴുതി അറിയിച്ചിരിക്കുന്നവരുടെ ഓരോരുത്തരുടെയും പേര് സഹിതം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരുടെ ആവശ്യങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ രാത്രിയിൽ നീ അവരുടെ ജീവിതത്തിൽ ഇടപെട്ട് നാളത്തെ പ്രഭാതം അത്ഭുതങ്ങളുടെ പ്രഭാതമാക്കി മാറ്റണമേ. അത്ഭുതങ്ങളുടെ ദിവസമാക്കി നാളത്തെ ദിനത്തെ അനുഗ്രഹിക്കണമേ. രാത്രിയിൽ നിശബ്ദമായി അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയവും മനസ്സും നിറയെ അങ്ങ് സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ചുറ്റും
ചുറ്റും നിന്റെ സമാധാനം നിറയട്ടെ. ഞങ്ങളുടെ ഭവനം മുഴുവനും നിന്റെ സമാധാനം നിറയട്ടെ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ നിന്റെ സമാധാനം നിറയട്ടെ. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ കിടക്കുന്ന മുറി മുഴുവനും നിന്റെ സമാധാനം കൊണ്ട് നിറയട്ടെ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ദൈവമേ നീ ഇടപെട്ട് ഞങ്ങളുടെ എല്ലാ ആകുലതകളും ഭയവും നിരാശയും എടുത്തു മാറ്റി ഈ രാത്രിയിൽ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്, എൻ്റെ ദൈവത്തിൻ്റെ മടിയിലാണ് ഞാൻ ഉറങ്ങുന്നത് എന്ന വിശ്വാസത്തോടെ ഉറങ്ങുവാനും, നാളത്തെ ആവശ്യങ്ങൾ ഓരോന്നും എൻ്റെ കർത്താവ് ഏറ്റെടുത്തിരിക്കുന്നു, അതെനിക്ക് ഗുണമായി തന്നെ പരിണമിക്കും, എനിക്ക് നന്മയ്ക്കായി എല്ലാം സംഭവിക്കും എന്ന വിശ്വാസത്തോടെ ഈ രാത്രിയിൽ കിടന്നുറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഒന്നുകൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്നുവരെ ഈ പ്രാർത്ഥന കേൾക്കുവാൻ ഞങ്ങളുടെ കൂടെ നിന്നവരെ അവരെ പ്രത്യേകം അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥന പ്രത്യേകമായി നീ അഭിഷേകം ചെയ്ത് ഇതിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും സ്വീകരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. രോഗികളായ മക്കൾക്ക് പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒറ്റയ്ക്കായിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വയോവൃദ്ധർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആരും സഹായത്തിനില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ഓർത്ത് ദുഃഖിച്ചു കഴിയുന്നവർക്ക് വേണ്ടി ഈ രാത്രിയിൽ ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, രാപ്പകൽ മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിച്ച് അവസാനം നീ എന്ത് ചെയ്തു എന്ന് കേൾക്കുമ്പോൾ കർത്താവേ, മനമിടിഞ്ഞ് വേദനിച്ച് ദുഃഖിച്ച് നിരാശയിൽ കഴിയുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങൾ ചെയ്യുന്ന ഓരോ നന്മ പ്രവൃത്തികളും പ്രതിഫലം അങ്ങയിൽ നിന്ന് ഞങ്ങൾ ഇച്ഛിക്കുന്നു. അങ്ങയിൽ നിന്നും മാത്രം കർത്താവേ, മനുഷ്യരുടെ പ്രീതിയെക്കാളും ദൈവത്തിൻ്റെ പ്രീതി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനാൽ ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി കഷ്ടപ്പെട്ടുവോ, ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി അധ്വാനിച്ചുവോ, അവർ തന്നെ ഞങ്ങളെ നിന്ദിക്കുമ്പോൾ, അവർ തന്നെ ഞങ്ങൾക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുമ്പോൾ, അവർ തന്നെ ഞങ്ങളുടെ ജീവിതത്തെ തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ, കർത്താവേ, അവരോടെല്ലാം ക്ഷമിക്കുന്നതിനുള്ള വലിയ വിശാലമായ ഹൃദയം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ സന്നിധിയിൽ ഞങ്ങൾ പൂർണ്ണമായും അഭയം തേടുന്നു. ഈ രാത്രിയിൽ ഹൃദയത്തിൽ വേദനയോടെ ഉറങ്ങാൻ കിടക്കുന്ന ഓരോ മകനെയും മകളെയും നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മക്കളെ നീ പ്രത്യേകം അനുഗ്രഹിക്കണമേ. ഈശോയെ, ലോകത്തിൻ്റെ പ്രലോഭനത്തിൽ അകപ്പെട്ടു പോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഈ രാത്രിയിൽ നീ സ്പർശിച്ച് സുഖപ്പെടുത്തണമേ. മനുഷ്യരുടെ ഹൃദയത്തെ വിവേചിച്ചറിയുന്ന കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ നീ പരിശോധിച്ചറിഞ്ഞ് ഞങ്ങൾക്ക് ആവശ്യമായ സൗഖ്യവും വിടുതലും രക്ഷയും നൽകി ഞങ്ങൾക്ക് പരിപൂർണ സംരക്ഷണം നൽകണമേ. ഞങ്ങൾക്കും ഞങ്ങളുടെ ഭവനത്തിനും കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും വസ്തുവകകൾക്കും ചുറ്റും നിന്റെ ശക്തരായ സ്വർഗീയ ഗണങ്ങളെ ഞങ്ങൾക്ക് കാവലായി നിർത്തണമേ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സുഖമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഈ പ്രാർത്ഥന നിന്റെ വിമല ഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കർത്താവ് കനിഞ്ഞ് അരുളുന്നതിന് ഓരോരുത്തരും, ഇത് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും ഇന്ന് രാത്രിയിൽ ദൈവാനുഗ്രഹങ്ങളാൽ നിറയുന്നതിന് അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി,
കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാ ഭയവും വേദനയും നിരാശയും സങ്കടങ്ങളും എടുത്തുമാറ്റി അവിടുത്തെ സമാധാനവും സന്തോഷവും കൊണ്ട് നിറച്ച് അവിടുത്തെ ശക്തിയാൽ നിങ്ങളെ ബലപ്പെടുത്തി സുഖമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. നാളത്തെ പ്രഭാതം വലിയ അനുഗ്രഹങ്ങളുടെയും ഐശ്വര്യങ്ങളുടെയും ദിനമായി മാറട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും ജീവിത പങ്കാളിയോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.